പരാതി കൊടുത്തത്, പരാതിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? PV അൻവർ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു പൊതുപ്രവർത്തകന് ചേർന്ന പണിയല്ല ഫോൺ ചോർത്തുക എന്നത്. മറ്റൊരാളിൻ്റെ ഫോൺ ചോർത്തുകയോ അത് രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാണ്. വളരെ ഗുരുതരമായ തെറ്റാണെന്ന് എനിക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് എവിടെ നിന്നാണ് തെളിവ് എന്തെങ്കിലും ഹാജരാക്കിയിട്ടില്ല? പിന്നെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടതേ ഉള്ളൂ. താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട്? താങ്കൾക്ക് പിന്നെ ആരെങ്കിലും ഉണ്ടോ? താങ്കളുടെ രാഷ്ട്രീയം എന്തായിരുന്നു? ഒരു 12 വർഷം മുമ്പ് വരെ ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു. അതിനുശേഷം എനിക്ക് രാഷ്ട്രീയ പാർട്ടിയോടും അടുപ്പമില്ല, അകൽച്ചയില്ല. എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്? പരാതികളെ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ മാന്യത വിട്ടുള്ള ഒരു പെരുമാറ്റമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. രഹസ്യം ചോർത്താൻ ഉള്ള ജോലി അദ്ദേഹത്തിൻ്റെതല്ല. എന്തെങ്കിലും തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അതോ മാധ്യമങ്ങളിൽ കണ്ട അറിവ് മാത്രം കൊണ്ടാണോ ഇത്തരം ഒരു പരാതി നൽകിയത്? മാധ്യമങ്ങളിൽ കണ്ട അറിവ് കൊണ്ട് മാത്രമാണ് കൊടുത്തത്. കഴിഞ്ഞ 5-ാം തീയതിയാണ് പരാതി നൽകിയത്. കേസെടുക്കാൻ വൈകിയെന്നൊരു വിചാരമുണ്ടോ, അല്ലെങ്കിൽ ഈ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമുണ്ടോ? പോലീസ് അന്വേഷണം ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ അത് സംബന്ധിച്ച് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പിന്നെ അതിൻ്റെ തുടർ നടപടി നടത്തുക എന്നുള്ളത് അവരുടെ ജോലിയാണ്. 5-ാം തീയതിയാണല്ലോ പരാതി. 5-ാം തീയതിയാണ് പരാതി നൽകിയത്, ഇമെയിൽ മുഖാന്തരം. അതെ. ഈ പരാതിക്ക് പിന്നിൽ ആരെങ്കിലും, ചേട്ടൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അതോ ചേട്ടൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കൊടുത്താണോ? സ്വന്തം ആരും പിന്നെ പരാതിയുടെ പിന്നിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ തെളിവ് ഹാജരാക്കാൻ എന്തെങ്കിലും കയ്യിൽ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ, അതോ പത്രവാർത്തകൾ മാത്രമേ ഉള്ളൂ? അതിൽ ഈ അന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് എനിക്ക് ഫോൺ ചോർത്തേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് തന്നെ വിളിച്ച ആളുകളുടെ ഫോൺ, വാട്സാപ്പ് കോള് മറ്റൊരു ഫോൺ ഉപയോഗിച്ച് ഞാൻ റെക്കോർഡ് ചെയ്തു എന്നതാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു? ഇല്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആദ്യമേ ഫസ്റ്റ് പുള്ളി പറഞ്ഞത് ഫോൺ ചോർത്തിന്ന് തന്നെയാണ്. അല്ല, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. 45 വർഷമായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ മാന്യതയ്ക്ക് ചേർന്ന പണിയല്ല അദ്ദേഹം ചെയ്തത്. താങ്കൾ പരാതി കൊടുക്കുന്നതിന് മുമ്പ് DGP തലത്തിൽ ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തുകയും ഫോൺ ചോർത്തുകയെല്ലാം നിലവിളിച്ച് ഫോൺ റെക്കോർഡ് ചെയ്യുകയായിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തിയിട്ടുമുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പോലീസ് താങ്കളെ അറിയിച്ചിരുന്നു? ഇല്ല, അറിയിച്ചിട്ടില്ല. ഈ 5-ാം തീയതി പരാതി കൊടുക്കുന്നു, 28-ാം തീയതിയാണ് കേസെടുക്കുന്നത്, തങ്ങളെ മൊഴിയെടുക്കാനാണ് വിളിച്ചെടുക്കുന്നത്. 27-ാം തീയതിയാണ് PV അൻവറെ LDF നിന്ന് പുറത്താക്കുന്നത്. 27-ാം തീയതി പുറത്താക്കിയതിനു ശേഷം 28-ാം തീയതി ഒരു കേസെടുക്കുന്നതിന് വേണ്ടി, മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുമ്പോൾ അതിനെന്തെങ്കിലും രാഷ്ട്രീയമെന്ന് തോന്നുന്നുണ്ടോ? അത് നമ്മളെ എന്നെ പിന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ബാധകമല്ലല്ലോ. അത് അവർ രാഷ്ട്രീയ ഇല്ലില്ല, അതിനകത്ത് രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. ഞാൻ കൊടുത്തിരിക്കുന്നത് പിന്നെ യഥാർത്ഥത്തിലുള്ള പരാതിയാണ്. അതും ആരെങ്കിലും ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ ആരെങ്കിലും ബന്ധപ്പെട്ടോ? ഇല്ല, ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ഈ പരാതിയുമായി മുന്നോട്ട് പോകുമോ? മുന്നോട്ട് പോകാനാണ് തീരുമാനം. അപ്പോൾ തെളിവുകൾ ഹാജരാക്കേണ്ടി വന്നാൽ ഈ മാധ്യമ വാർത്തകൾക്കപ്പുറം വേറെ ഒന്നും കയ്യിലില്ല? ഇല്ല, വേറൊന്നുമില്ല. തെളിവ് ശേഖരിക്കാൻ എന്തെങ്കിലും? അല്ല, അതിനുവേണ്ടിയാണ് FIR എടുത്ത്, അത് പോലീസിന്റെ ഭാഗമാണ്. തെളിവ് കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഭാഗമാണ്. താങ്കൾക്ക് പരാതി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. PV അൻവറെ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. ഇപ്പം മുൻപ് കോൺഗ്രസ് പാർട്ടിയിലാണ് പ്രവർത്തിച്ചെന്ന് പറയുന്നു. ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ഒരു ബന്ധവും ഇല്ല. എന്തെങ്കിലും രാഷ്ട്രീയ ചുമതലകൾ വഹിച്ചിട്ടുണ്ടോ കോൺഗ്രസിന്റെ അംഗമായിരുന്ന സമയത്ത്? NDCയുടെ ചുമതലയുണ്ടായിരുന്നു. പിന്നെ ബാങ്കിന്റെ പ്രസിഡന്റായിരുന്നു. ബാങ്കിന്റെ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്നു. ചങ്ങനാശ്ശേരി താലൂക്ക് റബ്ബർ മാർക്കറ്റിംഗ് സംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു. അവിടെ ബോർഡ് മെമ്പറായിരുന്നു. കോൺഗ്രസ് നേതാക്കളൊക്കെ ആയിട്ട് ഇപ്പോൾ അടുത്ത സൗഹൃദമുണ്ടോ, ബന്ധമുണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അതും പോക്ക് ശരിയല്ല എന്ന് തോന്നിയ പാർട്ടിയുടെ പോക്കാണ്. ഇവിടുത്തെ മണ്ഡലം, ഇവിടുത്തെ പ്രവർത്തകരുടെ പ്രവർത്തനം പിന്നെ പോക്ക് ശരിയല്ല എന്ന് തോന്നിയുകൊണ്ട് ഞാൻ മാറി. ഇല്ല, പോയിട്ടില്ല. ഒരു പാർട്ടിയിലും പോയിട്ടില്ല. മകൻ സജീവല്ല, അനുഭാവിയാണ്. കേരള കോൺഗ്രസിന്റെ മാണി ഗ്രൂപ്പിലെ അനുഭാവിയാണ്. ഇവിടെ ഈ പ്രാവശ്യം ഭാഗ്യം മത്സരിച്ച് വെച്ചിട്ടുണ്ട്. ഇല്ല.
ഞങ്ങൾ LDF മെൻറ്റാലിറ്റിക്കാരല്ല. സ്വന്തം രാഷ്ട്രീയ നിലപാടാണ്. ഇതിനു മുൻപും പരാതികൾ കൊടുത്തിട്ടില്ലേ? ഉണ്ട്. എന്ത് തരം പരാതികളാണ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത്? പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വേറെ പരാതി കൊടുത്തിട്ടില്ല. ഓംബുഡ്സ്മാൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട്. നെടുകുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുത്തെ സ്ഥലവാസിയല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ നെടുകുന്നം പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും നടപടി വന്നോ? അതിപ്പം ഇത് വിധിയായിട്ടില്ല. താങ്കൾ കൊടുത്തത് വാസ്തവമാണെന്ന് തിരിച്ചറിഞ്ഞു? സത്യസന്ധമായ പരാതി കൊടുത്തിരിക്കുന്നത്, അതിനാവശ്യമായ തെളിവുകളെല്ലാം കൂട്ടിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അൻവറിന്റെ വിഷയത്തിൽ നമുക്ക് ഇതുവരെ തെളിവ് ഹാജരാക്കാൻ പറ്റിയിട്ടുമില്ല, അത് പോലീസ് കണ്ടെത്തണം. പോലീസ് കണ്ടെത്തണം. ഈ ഒരു അൻവറിന്റെ കേസ് എന്ന് പറയുന്നത് മലപ്പുറത്ത് ഉള്ള ഒരു ജനപ്രതിനിധി അവിടുത്തെ പോലീസിനെതിരെ ഒരു പരാതിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും കോട്ടയം സ്വദേശി ഒരു പരാതി കോട്ടയം കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. അതിന്റെ ഒരു ചേതോവികാരം എന്താണ് അതൊന്നറിയാൻ? തെറ്റ് കണ്ടാൽ അതിനോട് പ്രതികരിക്കുക എന്നത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ കടമയാണ്. അത് ചെയ്തു.